അസ്സലാമു അലൈക്കും. ബ്രോക്കൺ ക്രയോൺ സ്റ്റിൽ കളർ അല്ലേ? നല്ല ആശയല്ലേ? ഒരു പൊട്ടിയ ക്രയോൺ പിന്നെയും നിറം പകരാൻ സാധിക്കുന്നു എന്ന് അല്ലേ? ഭയങ്കര മഹത്തായ ഒരു ആശയമാണ്. നമുക്ക് ഈ ആശയത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മുകളിലേക്ക് എത്താനുള്ളവരാണ് അല്ലേ? ഇങ്ങനെ പോകുന്ന ഈ ജീവിതം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തകർച്ചകൾ, ഒരുപാട് വിള്ളലുകൾ, അങ്ങനെ തുടങ്ങി അനവധി നിരവധി കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ തന്നെയാണ് ബ്രോക്കൺ എന്ന ഒറ്റ പദം കൊണ്ട് ഇവിടെ സൂചിപ്പിച്ചത്. ക്രയോൺ എന്ന് പറയുന്നത് നമ്മളാണ്. നമ്മുടെ കഴിവുകളാണ് നിറം എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പം നമ്മളൊരു ഒരു സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ ഒരു ജോലിക്കോ എന്താ പോയിക്കോട്ടെ, അവിടെ ഇൻ്റർവ്യൂ പോയി, അങ്ങനെ കിട്ടിയില്ല, പിന്നെയും പോയി കിട്ടിയില്ല. ഇനിയിപ്പോൾ ഞാൻ പോണില്ല, എന്തിനാ പോയിട്ട്, എനിക്ക് കിട്ടണില്ലല്ലോ, എനിക്ക് കിട്ടില്ല, ഞാൻ എന്താ പോണേ, അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാനൊരു കഥ പറയാം. കഥ നടക്കുന്നത് ഹംഗറിയിലാണ്. ഒരു സോൾജിയറിന്റെ കഥ. 1938 അവിടെ ഒരു സൈനികൻ, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അല്ലെങ്കിൽ ഏറ്റവും വലിയ സ്വപ്നം എന്നത് ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ വാങ്ങുക. എന്തിനറിയോ? ഷൂട്ടിങ്ങിന്. ഒരു സൈനികനാണല്ലോ, പറ്റും. അപ്പോൾ അദ്ദേഹം അതിനായി കഠിനമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേറെ കഠിനമായ പരിശ്രമത്തിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും സ്ട്രോങ് ഹാൻഡ് എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് ആയിരുന്നു. അദ്ദേഹത്തിന് ഇടത്ത് കൈ കൊണ്ട് അത്ര പിടുത്തമില്ലായിരുന്നു. അങ്ങനെ 1940 ഒളിമ്പിക്സ് നടക്കുകയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നം അതിൽ എങ്ങനെയും ഗോൾഡ് മെഡൽ നേടണം. അങ്ങനെ 1938 അദ്ദേഹത്തിന്റെ സൈനിക ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കെ അദ്ദേഹത്തിന്റെ സ്ട്രോങ് ഹാൻഡ് ആയിട്ടുള്ള വലത്തേ കൈയിൽ നിന്ന് ഒരു ഗ്രനേഡ് അങ്ങോട്ട് പൊട്ടിത്തെറിച്ച് അദ്ദേഹത്തിന്റെ കൈ നഷ്ടപ്പെട്ടു. എല്ലാവരും പറഞ്ഞു ആ ഏറ്റവും പ്രഗത്ഭനായ ഒരു ഷൂട്ടർ അദ്ദേഹം നിലം പരിശായി എന്ന്. അങ്ങനെ 1938 കഴിഞ്ഞ് ഒരു കൊല്ലത്തോളം അദ്ദേഹത്തിന് പിന്നെ അങ്ങനെ ലോകത്തേക്ക് അങ്ങനെ അദ്ദേഹം ഇറങ്ങിച്ചെന്നൊന്നുമില്ല. 1939 ശേഷം 39 ആയപ്പോൾ, അതെ, അപ്പോൾ ഒരു മത്സരം, ഒളിമ്പിക്സ് ഒന്നുമല്ല, ഒരു മത്സരം. ആ മത്സരത്തിൽ അദ്ദേഹം പോയി. എന്നിട്ട് ഈ അദ്ദേഹം മത്സരത്തിന് പോയപ്പോൾ അവിടുത്തെ കുട്ടികളെന്നല്ല, അവിടുത്തെ മത്സരികൾ പറഞ്ഞു, സാർ ഞങ്ങൾ സമ്മതിച്ചു സാറേ, സാറിന് ഒരു കൈ പോയിട്ടും സാർ ഞങ്ങളുടെ മത്സരം കാണാൻ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അഭിനന്ദിക്കുകയാണ്. അപ്പോൾ സാർ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മത്സരം കാണാൻ വന്നൊന്നുമില്ല, എനിക്ക് മത്സരിക്കണം, എനിക്ക് ഇനിയും ഒളിമ്പിക്സിൽ മത്സരിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഇടത്ത് കൈ വെച്ചിട്ട്, അവർക്കറിയില്ലായിരുന്നു ആ ഒരൊറ്റ കൊല്ലം കൊണ്ട് അദ്ദേഹത്തിന്റെ ഇടത്തെ കൈയിനെ അദ്ദേഹം അത്രത്തോളം സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഷാർപ്പ് ഷൂട്ടർ ഹാൻഡ്, എ മാൻ വിത്ത് വൺ ഹാൻഡ് എന്ന പേരിലേക്ക് അദ്ദേഹം നാമകരണം ചെയ്യപ്പെടാൻ കാരണം ഇതുകൂടിയാണ്. അദ്ദേഹം പിന്നീട് ആ മത്സരത്തിൽ വിജയിക്കുകയാണ് ചെയ്തത്. എത്രയോ യങ്സ്റ്റേഴ്സിൽ, അദ്ദേഹത്തിന് 1938 28 വയസ്സാണ്. അങ്ങനെ 1940 ഒളിമ്പിക്സ് നടക്കുമ്പോൾ ഏകദേശം ചെറിയ പിള്ളേർ വരെ, നല്ല ദൃഢഗാതരായ നല്ല മനുഷ്യന്മാർ വരെ ഷൂട്ടിങ്ങിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം ഒറ്റ കൈ കൊണ്ടാണ് ചെല്ലണത്. അന്ന് 1940 ഒളിമ്പിക്സിൽ അയാളായിരുന്നു അന്ന് ഗോൾഡ് മെഡൽ നേടിയിരുന്നത്. അല്ല, 1940 ഒളിമ്പിക്സ് നടന്നില്ല. എന്തുകൊണ്ട്? സെക്കൻഡ് വേൾഡ് വാർ. അദ്ദേഹം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഏതായാലും ഇതുവരെ ഒന്നുമല്ലേ, ഇനി അങ്ങോട്ട് പോണ്ടേ. 44 പിന്നെ നടന്നില്ല, ഒളിമ്പിക്സ് നടന്നില്ല, വേൾഡ് വാറിന്റെ കാരണം. അങ്ങനെ 48 ആയി. അദ്ദേഹത്തിന്റെ പ്രായം 38 വയസ്സ്, 40 അടുക്കുന്നു. വരുന്ന കളിക്കാരുടെ പ്രായം 20, 24 ഒക്കെ. അദ്ദേഹത്തിന്റെ 38 വയസ്സിന് എല്ലാവരും വളരെ, ശരിയാൽ അദ്ദേഹത്തിന്റെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രായത്തിലേക്ക് എത്തി തുടങ്ങിയിരുന്നു. എന്നാലും അദ്ദേഹം വിട്ടുകൊടുത്തില്ലായിരുന്നു. അന്നും ഒളിമ്പിക്സ് നേടിയത് കാരോളി എന്ന ഹംഗേറിയൻ സോൾജിയറിന്റെ ഇടത്ത് കൈ കാരണമായിരുന്നു. എ മാൻ വിത്ത് എ വൺ ഹാൻഡ്. എന്നിട്ടും അദ്ദേഹം വിട്ടില്ല. 1952 അദ്ദേഹത്തിന്റെ വയസ്സ് 42. അന്നും അദ്ദേഹം ഒളിമ്പിക്സിന് പോയി. അവിടെയും അദ്ദേഹം തന്നെയായിരുന്നു ഗോൾഡ് മെഡലിസ്റ്റ്. നമുക്ക് ചിന്തിക്കാൻ അപ്പുറമല്ലേ, ഒരു ഒറ്റ കൈ കൊണ്ട് അദ്ദേഹം ഒരു കൊല്ലം കൊണ്ട്, എത്ര കൊല്ലത്തെ ട്രെയിനിങ് ആയിരുന്നു അദ്ദേഹം വലത്ത് കൈന് കൊടുത്തിരുന്നത്. എന്നിട്ട് ഒരു കൊല്ലം കൊണ്ട് നേടിയെടുത്തൊന്നല്ല, പിന്നീട് അദ്ദേഹം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. എത്ര വട്ടമാണെന്ന് നമുക്കറിയില്ല. എത്രത്തോളം കഠിനമായ പ്രാക്ടീസ് കൊണ്ട് ലെഫ്റ്റ് ഹാൻഡിനെ പവർ ഹാൻഡാക്കി മാറ്റണമെങ്കിൽ അദ്ദേഹം
അദ്ദേഹം തളരാൻ തയ്യാറല്ലായിരുന്നു. ഇത് തന്നെയാണ് നമ്മുടെ വിഷയം. അദ്ദേഹം ഒന്ന് പൊട്ടിപ്പോയപ്പോൾ എല്ലാവരും അദ്ദേഹത്തിനെ കൊച്ചാക്കി. ഇനിയിപ്പോ അയാൾ പോയി, ഇനി കാര്യമില്ല, അയാൾ കൊണ്ടൊന്നും നടക്കില്ല എന്ന് വിധി എഴുതിയപ്പോൾ അദ്ദേഹം ആ വിധി അടക്കം മാറ്റി എഴുതിയില്ലേ? ജനങ്ങളുടെ വിധിയെ മാറ്റി എഴുതുന്നതാണ് ധൈര്യം, അല്ലെങ്കിൽ അത് വീരത്വമായി പോവും. അപ്പോ ഞാനൊരു നമ്മുടെ വിഷയത്തിലേക്ക് ഒരു ഒരു ഉദാഹരണം കാണിച്ചു തരാം. നമുക്ക് എല്ലാ വസ്തുക്കളിലും ഇത് കാണാൻ കഴിയും. ഉദാഹരണത്തിന് ഇതിപ്പോ എന്താ, ഒരു കണ്ണാടി അല്ലേ? ഇതിപ്പോ വലിയൊരു കണ്ണാടിന്റെ ചെറിയൊരു കഷ്ണാണ്, പൊട്ടി വന്നതാ. ഒരു കണ്ണാടി കഴിവെന്താ? ഒരു കണ്ണാടിയുടെ കഴിവ് നമ്മുടെ പ്രതിബിംബം അതിൽ കാണിക്കുക എന്നുള്ളതാണ്, നമ്മുടെ റിഫ്ലക്ഷൻ കാണിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഈ കണ്ണാടി പൊട്ടിയ കണ്ണാടിയല്ലേ, ഇപ്പോഴും കാണിക്കാൻ കഴിയുന്നില്ലേ? അത് തന്നെയാണ്. ഇനിയിപ്പോൾ ഇത് പൊട്ടിച്ചാൽ വീണ്ടും കിട്ടും, പക്ഷെ പൊട്ടിക്കണില്ല. ഞാൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കഷ്ണങ്ങളൊക്കെ ആയിട്ട് കാലിൽ ചില്ലൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവുമെന്ന് വെച്ചിട്ട് ഞാൻ ഇടുന്നില്ല. എന്തായാലും ഇത് ഇട്ടാൽ ഇനിയും എന്താകും, ഇത് നമ്മുടെ റിഫ്ലക്ഷൻ കാണിക്കാൻ സാധിക്കും. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. നമ്മൾ ഒരിക്കൽ വിള്ളലുകളിൽ വന്ന് നമ്മൾ പൊട്ടിപ്പോയി എന്ന് കരുതിയാലും നമ്മുടെ ഉള്ള കഴിവുകൾ നമ്മളിൽ തന്നെ തെളിഞ്ഞു കിടക്കും എന്നുള്ളതാണ്. നിക്ക് വൂയിസിക്കിനെ അറിയില്ല എല്ലാവർക്കും? ഇന്ന് ലോകത്തുള്ള ഏറ്റവും വലിയ മോട്ടിവേഷണൽ സ്പീക്കറായി മാറിയ നിക്ക് വൂയിസിക്, അദ്ദേഹത്തിന് കൈകാലുകളില്ല. ജനിച്ചപ്പോൾ കൂടുതൽ കൈകാലുകളില്ല. ആരെങ്കിലും കരുതിയോ ഇന്ന് ലോകത്തിനെ ഒന്ന് പ്രകമ്പനം കൊള്ളിപ്പിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ് മതിയെന്ന്? അതെ, അത് തന്നെയാണ് ബ്രോക്കൺ ക്രയോൺ സ്റ്റിൽ ഹാവ് കളർ. അദ്ദേഹം പൊട്ടിയിട്ടാണ് തുടങ്ങിയത് തന്നെ. അദ്ദേഹത്തിന്റെ തുടക്കം തന്നെ പൊട്ടലാണ്. എത്ര പൊട്ടലുകളും ചീറ്റലുകളും നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. നമ്മളെത്ര സ്വപ്നങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെയാവരുത്. നമ്മുടെ ജീവിതത്തിൽ പൊട്ടലുകൾ ഉണ്ടായേക്കാം, പക്ഷേ നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കാൻ തയ്യാറാവരുത്. വിട്ടുകൊടുത്താൽ പൊട്ടലോടുകൂടി നമ്മൾ തീർത്തും പൊട്ടിപ്പോകും എന്നുള്ളതാണ് സത്യം. നമ്മളുടെ വിള്ളലുകളിൽ നിന്ന് പ്രകാശമാണ് വരുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതുകൊണ്ട് ഇനി നമ്മുടെ ജീവിതങ്ങളിൽ എപ്പോഴെങ്കിലും വിള്ളലുകൾ വന്നാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങിയേറിയാലോ നമ്മുടെ കൈകൾക്ക് സംഭവിക്കാം, മാനസിക സമ്മർദ്ദങ്ങൾക്ക് സംഭവിക്കാം. ഒരിക്കലും ഒരു പൊട്ടലുകളില്ലാതെ ഒരു മനുഷ്യനും ഇന്ന് ലോകത്ത് ഉയരത്തിലെത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് ഇനി പൊട്ടലുകൾ ഉണ്ടാകുമ്പോഴും ചീറ്റലുകൾ ഉണ്ടാകുമ്പോഴും നാം അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം. അത് തന്നെയാണ് ഈ വിഷയത്തിൻ്റെ ഏറ്റവും കാതലായ ഭാഗം. അത് നാം മനസ്സിലാക്കാൻ സാധിക്കട്ടെ. ഇനി പൊട്ടലുകളും ചീറ്റലുകളും ഉണ്ടാകുമ്പോൾ നമുക്കത് അതിജയിച്ച് മുന്നേറാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.